ആയുർവേദ മരുന്നുകൾ പ്രയോഗിക്കുന്നതും അത് അബ്സോർബ് ചെയ്തു പോകുന്നതുമെല്ലാം അതിൻ്റെ ചികിത്സ തുടങ്ങുന്നതെല്ലാം ഗട്ടിൽ നിന്നാണ് അല്ലെങ്കിൽ ആമാശയത്തിൽ നിന്നാണ്. എത്രത്തോളമാണ് അതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ്, അല്ലെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളതൊന്ന് വിശദീകരിക്കാൻ പറ്റും? അപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും നൂതനമായ ഗവേഷണങ്ങൾ എത്തി നിൽക്കുന്ന ഗട്ട് ഫ്ലോറയെ പറ്റിയുള്ള അല്ലെങ്കിൽ സെക്കൻഡ് ബ്രെയിൻ എന്ന് അറിയപ്പെടുന്ന ഈ ഒരു ശാസ്ത്രീയ എക്സ്പ്ലനേഷനാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്കിതിനെ പറയാൻ പറ്റണത്. അപ്പോൾ ഈ ഗട്ട് ഫ്ലോറയെ പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും റീസെൻ്റ്ലി വന്ന പല സ്റ്റഡീസും, ഇപ്പോൾ പാർക്കിൻസോണിസം പോലത്തെ മൂവ്മെൻറ്റ് ഡിസോർഡേഴ്സ്, ന്യൂറോ ഡീജനറേറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ഡിമെൻഷ്യ പോലത്തെ ന്യൂറോ ഡീജനറേറ്റീവ് സിറ്റുവേഷൻസ്, അതിൻ്റെ എല്ലാം തുടക്കം ഗട്ട് ഫ്ലോറയിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പഠനം വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ സഹായിക്കുന്ന ഘടകങ്ങൾ ശരീരത്തിനെതിരെ തിരിയുന്ന ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സ് എങ്ങനെ പ്രതിരോധിക്കണമെന്ന് പബ്മെഡിൽ വന്നിട്ടിരിക്കുന്ന റീസെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ചരകം വിമാനം 1-2 ചാപ്റ്റർ എന്ന് പറയുന്ന 2 ചാപ്റ്ററിലുള്ള കുറേ നിർദ്ദേശങ്ങളായിട്ട് നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റും. ഈ ഗട്ട് ഫ്ലോറ നല്ലപോലെ തന്നെ നിലനിൽക്കാൻ ഇപ്പോൾ നമ്മൾ ആയുർവേദത്തിൽ പറയുന്ന ശോധന കാര്യങ്ങൾ, ആയുർവേദത്തിൽ പറയുന്ന പല മരുന്നുകളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രസായനം പോലത്തെ മരുന്നുകൾ, നമ്മുടെ ഡൈജസ്റ്റീവ് പവറിനെ സംരക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഗട്ട് ഫ്ലോറയെ അതേപോലെ തന്നെ നിലനിർത്താനും നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ സഹായിക്കാനും ഒക്കെ ഗുണകരമാണ്.